വണ്ടി എടുത്ത് മാറ്റാം. ഒന്നും ചെയ്യണ്ടെന്നോ? നിന്നെ ബലമായി പിടിച്ചു നിർത്തി താലിയിട്ട് ഇവനെ പിന്നെ ജീവനോടെ വെച്ചേക്കണോ? എന്റെ പൊന്നുപുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാറക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. വെട്ടി നുറുക്കണ ഇവനെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. ചിരിക്കണ്ട. ആ പെങ്കൊച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം. അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ, അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പന അതാ തേവരുടെ അപ്പൻ. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിർത്തരമായി പോയി. എന്ത്? അതായത് സത്യേട്ടന് ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കേ, നിർത്തറ മിണ്ടായില്ലട ഊമശാവമേ. സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം, ഇനിയിപ്പോ തേവർ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. അതാവേദേ മീശത്തേവര് വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ. ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല. എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എൻ്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. എന്താ പണിക്കരെ? എന്താ തോമൻ? എല്ലാ അണ്ണാച്ചിയുടെ ഇഷ്ടം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ? അല്ല, ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം. എടാ, സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? തേവരുടെ മകളെ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതി. അല്ല എടാ, അല്ല മകനാലോചിച്ച പെണ്ണിന് അപ്പം കിട്ടുമോ നോക്ക് വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? അയ്യോ, എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു ഏട്ടൻ തിരിപ്പ്? അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ്. അവള് പറഞ്ഞതും കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ.
അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാതെ പറഞ്ഞാണ്. അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിണ്ണാക്കും. പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്? ഓക്കേ. എടാ, കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല. 4 തെറി പറഞ്ഞ് അങ്ങാട്ട് വിടും, അല്ലെങ്കിൽ അവളെ ചപ്പക്കുറ്റി കിട്ടുന്ന പൊട്ടിക്കും. വേറെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വേണേ നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ അവള് വിചാരിച്ച ഇല്ല. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എടാ പിശാശേ, നീയും ശരിയല്ല, അവളും ശരിയല്ല. ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കെടാന്ന് വിചാരിക്കുന്ന 2 ശവങ്ങള്. അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ്. അവിടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റിയല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഒന്ന് പോടാ. ചേട്ടൻ പറയുന്നത് പരിഭാഷ വേണ്ടേ? മകനെ, ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ 5ാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ല് പൊളിരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ. പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ. നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത്. നിന്റെ കല്യാണത്തിന് നീ സമ്മതിക്കുകയാണ്, എല്ലാ പ്രശ്നങ്ങളും തീരും. വരുംകാലം മാപ്പിളല്ലേ, അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴെങ്കിലും കയറി വരാല്ലേ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞു നിന്റെ ഉദ്ദേശം? കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് അയച്ചത് ആളെ കളിയാക്കാനാണ്? അതാ ഒരു മഞ്ഞത്തിരട്ട് കഴുത്തി വീണ, അപ്പൊ ആകാശത്ത് പൊട്ടി വീണ നിനക്ക് പറയാമോ? ഇയാളെന്താണോ നാക്കിയിട്ട് ഒരു തരം ഓഞ്ഞ ചിരി? പ്രണയവും സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചതും. പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെക്കുറിച്ച്. ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി. ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ, കാലങ്ങളായിട്ടുള്ള എൻ്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി. അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്റെ കൊച്ച, നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ചില നേരത്തെ എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല. വെറുതെ റെയിലേ കൊണ്ട് തലവെക്കല്ലേ, പീസായി പോവും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് കരുതി നീ ത്യാഗമൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് ത്യാഗമൊന്നുമല്ല, എൻ്റെ ഇഷ്ടമാണ്. ഞാൻ അറിയാതെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയൊരിഷ്ടം. എന്റെ പൊന്നുപിള്ളേ, വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ. ഇപ്പൊ ഞങ്ങൾ വലിയ കുഴപ്പക്കാരൊന്നുമല്ല. ശരി, അധ്വാനിച്ച് ജീവിക്കുന്നവരെ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഫ്ലാഷ് ബാക്ക് നിനക്ക് അറിയാവാ. ഞങ്ങൾ നാട്ടിൽ നിന്ന് 4 പേര് കേട്ടാ ദോഷം പറയാത്ത കള്ളന്മാരാണ്. സത്യം പറയാവല്ല, ഒരു 5-6 പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്ന് തിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഞാൻ നിനക്ക് ചേരണ മാപ്പിളെ അല്ല മകളെ. നിനക്ക് നല്ല കിണ്ണം കാറ്റിയ മണിമണി പോലത്തെ തേവാരി ചെറുക്കന്മാരെ കിട്ടും. അവരെ പിടി, എന്നെ വിട് മകളെ. സുലാൻ, നിൽക്ക്. ബലമായിട്ടാണെങ്കിലും നിങ്ങൾ ആ താലിച്ചരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ച. ആ താലിച്ചരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ. വാശിയും വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിയുടെ കഴുത്തേക്ക് ഇട്ടിരുന്ന ഗുരുക്കായത് ഞാൻ നിങ്ങോട്ട് അയച്ചിട്ട് പോകും. അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വെറും ചരടാ. അവള് പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ. ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുന്നെന്ന് വേണ്ട. നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്കിട്ടു. പോരെ? കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ വരട്ടെ. എന്റെ ഒരു കണ്ടീഷൻ സമ്മതിച്ചാലേ ഈ കല്യാണം നടക്കൂ. നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ, പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങൾ 2 പേരും നടുക്കേ കിടക്കും. ശരിയാ, ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളല്ലേ. എല്ലാ കാര്യങ്ങൾക്കും തൊമ്മനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ. അതെ. ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം.
ഇത് നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. അവളുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ. அடேங்கப்பா யார் இது? வாங்க மச்சா வாங்க. மச்சா. நல்லா இருங்க. ஏய் எல்லாம் உள்ள வச்சுக்கோ. சரிங்க ஐயா. கல்யாண பொண்ணுக்கு பிடிச்ச நிறைய ஸ்வீட்ஸ் இருக்கு, நல்லா சாப்பிடணும். பாட்டிக்கு உடம்பு எப்படி இருக்கு மாமா? வயசாச்சு இல்லையா, அடிக்கடி உடம்பு சரியில்லாம வருது. பூங்காவனம் மாமாவுக்கும் கையால ஒரு சூப்பர் டீ போட்டு எடுத்துட்டு வா. சரி. വാ മച്ചാ. മച്ചാ, ഒരു മുഖ്യமான വിഷയം. എന്നാ? അത് ഈ അവസരത്തിൽ മച്ചാനോട് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതറിഞ്ഞിട്ടും പറയാതിരുന്ന അത് ഈ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും. തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞ ഞാൻ അറിഞ്ഞത്. പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു. അപ്പോ എല്ലാം ശരിയാണെന്നാ കേട്ടത്. എന്താ? പൂങ്കാവനത്തിന്റെ മാപ്പിളെ നാട്ടിൽ അറിയപ്പെടുന്നൊരു കള്ളനായിരുന്നു. അവൻ മറ്റുമല്ല, അവന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും. എല്ലാം കേട്ടുകേൾവിയാ. കേട്ടതൊക്കെ ശരിയാണോന്ന് മച്ചാൻ കൂടി ഒന്ന് ആലോചിച്ചിട്ട്. കേട്ടതൊക്കെ ശരിയാ. പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു. അവരെപ്പറ്റി അയാൾ തന്നെ അവളോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അയാൾക്ക് എല്ലാം മറച്ചു വെക്കാമായിരുന്നു. പക്ഷേ അയാൾ അത് ചെയ്തില്ല. ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതിയെന്നാണ് എൻ്റെ മോള് പറഞ്ഞത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റ് ചെയ്യാത്തവരാരാ? ഏതായാലും ഇപ്പം അവർ നല്ലവരാ, അധ്വാനിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനഃപൂർവ്വം അങ്ങ് മറന്നു. ആ മച്ചാന്റെ തീരുമാനം വളരെ നന്നായി. അവളുടെ ഇഷ്ടം, സന്തോഷം. അത് കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല. അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ, എനിക്ക് സന്തോഷം. ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ. അത് മച്ചാൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറയണോ? എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പനുണ്ടാവും. உனக்கு தெரியுமா மாணிக்கா, இந்த ஊர்ல வந்து என் அக்காவை கல்யாணம் കഴിച്ചதுக்கு அப்புறம் ഈ മച്ചാൻ തേവറായത്. ഊരിലെ മുറ അനുസരിച്ച് അക്കാ പൊണ്ണിനെ കല്യാണം കഴിക്കേണ്ടത് ഞാനാ. അടുത്ത തേവറാകേണ്ടത് ഈ കാളിയപ്പനാ. എന്നിട്ടിപ്പോ നാനാറായി. കാലങ്ങളായി മനസ്സുക്കുള്ള കൊണ്ടുകിടന്ന പൊണ്ണിന്റെ കല്യാണം നടത്തിപ്പുകാരൻ. താങ്ക മുടിയില്ല മാണിക്ക, താങ്ക മുടിയില്ല. ആ തേവരയ്യ തീരുമാനിച്ചാ പിന്നെ ആർക്കാ എതിർക്കാൻ പറ്റുന്നേ? ഇന്നലെ വരെ ശത്രുവായി കണ്ടിരുന്ന ഒരാളെ ഇനി അങ്ങോട്ട് ബഹുമാനിക്കാന്ന് പറഞ്ഞാ. ഒരിക്കൽ എന്നെ തോൽപ്പിച്ച് ഇതുപോലൊരു കല്യാണം നടത്താൻ നോക്കിയതാ. എന്നിട്ട് എന്തായി? കല്യാണ ചെക്കൻ കമ്പനി കാസെടുത്ത് ഇന്ത ഊര് വിട്ടേ ഓടിപ്പോയി. എന്നിട്ടും പൂങ്കാവനത്തെ കെട്ടാൻ ഞാൻ റെഡിയായിരുന്നേ. അന്ത നേരം ഇനി കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് അവളുടെ ഒടുക്കത്തെ ശബ്ദം. എന്നെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന ഞാനൊരു മണ്ടൻ. ഇല്ലേ, അങ്ങനെ ഈ കാളിയപ്പം മണ്ടനാവില്ല. നീ നോക്കിക്കോ മാണിക്ക, ഈ കല്യാണം നടക്കില്ല, ഈ കല്യാണം നടക്കില്ല. നാളെ നിശ്ചയദാർഢ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ? ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നോട്ടെ. ആദ്യം ചെറിയൊരു തീപ്പൊരി, പിന്നെ